ടൈറ്റാനിക്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രക്കപ്പലായിരുന്നു ടൈറ്റാനിക്. ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് 1912 ഏപ്രിൽ 14 ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലകളിൽ ഇടിച്ചു തകർന്ന ഈ കൂറ്റൻ കപ്പലിന്റെ കഥ ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് കാമറൂൺ ഒരു ചലച്ചിത്രമാക്കി മാറ്റി. ലോകം മുഴുവനുമുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസയും അംഗീകാരവും കരസ്ഥമാക്കിയ ഈ ചിത്രം നിരവധി ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. ഈ ഏലസ് കാണുമ്പോ ഇത്താക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നുണ്ട് ഉള്ളേ. അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് മോനെ. 1211 പഞ്ഞമാസം 14 കൊച്ചിയിലെ ബോട്ടിയിട്ട് നാന്ന് മോനെ ആ കപ്പൽ പുറപ്പെടാൻ തുടങ്ങിയത്. കപ്പലിൽ പോകേണ്ട യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പൽ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ജെട്ടി വിട്ടുപോകുന്നതായിരിക്കും. വിട്ടുപോയാൽ അമ്മച്ചിയാണ് ഇത് തിരിച്ചടിപ്പിക്കാൻ പറ്റില്ല. വേറെ ഒരു അറിയിപ്പുണ്ട്. യാത്രക്കിടയിൽ കപ്പൽ നിന്നുപോയാൽ യാത്രക്കാർ ഇറങ്ങി തള്ളിത്തരേണ്ടതാണ്. കൂടാതെ കപ്പലിൽ വെച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ കപ്പിത്താൻ തപ്പിത്തരും. സുൽത്താൻ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. അവര് വന്നാലേ പോകാൻ പറ്റൂ. പറഞ്ഞു തീർന്നില്ലേ? അവരെത്തില്ലോ. അവര് വന്നു. മുന്നിൽ വരുന്നത് ഒരു സുൽത്താനാണല്ലോ. ഞങ്ങളുടെ രാജകുടുംബത്തിന്റെ സീറ്റൊക്കെ റെഡി അല്ലേ? അതൊക്കെ എപ്പോഴും റെഡിയാ. ആബിദ, നിങ്ങൾ കയറുവാ, നമുക്ക് മുകളിലേക്ക് പോകാം. നിങ്ങളെ കയ്യെ പിടിക്കട്ടാതെ, ഞാൻ കയറുവരാന്നേ. നിങ്ങൾ സിഗ്നൽ തരാതെ ഞാൻ എങ്ങനെ കപ്പൽ ഓടിക്കും? എന്നാ ഞാൻ സിഗ്നൽ തന്നിരിക്കുന്നു. കപ്പലിന്റെ കെട്ടഴിച്ചു ഫ്രാങ്ക്, കെട്ടഴിച്ചു വിട്ടെ. കപ്പൽ പോട്ടെ. ടിൻഡിങ്, കപ്പൽ പോട്ടെ. കപ്പൽ ഇവിടെ ആള് കയറാനുണ്ട്. കോടി മാറ്റില്ലേ? അങ്ങനെ ഞങ്ങള് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങി. ഏതാണ്ടൊരു വലിയ പെരുന്നാളിന്റെ പ്രതീതിയായിരുന്നു ഉള്ളേ. നിങ്ങളുടെ കൂടെ ഒരു മുറച്ചിറക്കനുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, വൺ മിസ്റ്റർ ഹൈദ്രോസ്. അവരാളെങ്ങനെയായിരുന്നു? വൃത്തികെട്ടവൻ. അവനെ പോലൊരു ബടക്ക് ഈ ദുനിയാവിലുണ്ടാവൂല. നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കള്. നമ്മക്ക് നിക്കാക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അഭ്യാസക്കാർക്കുണ്ടല്ലോ, കുത്തി കൊടലെടുക്കില്ല. ഇടയ്ക്കേറ്റാ മോറ, എനിക്ക് തന്നെ ഇഷ്ടമല്ലാന്നേ. കപ്പലിന്റെ മോളിൽ നിന്ന് ചാടി ചാവും. കപ്പലിന്റെ മുകളിൽ ചാടിച്ചാവുമ്പോൾ പഠിച്ചോരെ ചാടില്ലേ ചത്തുപോകും. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നമ്മൾ ചാടും. ചാടില്ലേ എന്നോടാണ് പറഞ്ഞത് ചാടില്ലേന്ന്. ചാടരുത്. ഞാൻ ചാടി, നിങ്ങൾക്ക് എന്താ നഷ്ടം? നീ ചാടിയ നമ്മളും ചാടും. അതെന്തിനാ? എനിക്ക് നിന്നോട് ഐ ലവ് യു. എന്റെ നിക്കാഹ് ഉറപ്പിച്ചേക്കാണ്. എന്നാലും ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കയറി വരാൻ. നിങ്ങൾ എന്റെ കൈമ പിടിച്ചോളാം. ഇങ്ങോട്ട് കയറിക്കോ. എന്നെ കൈമ മുറുക്കി പിടിച്ചോ. എന്ത് കരം കൊണ്ടാടങ്ങായിട്ട് ഇങ്ങോട്ട് കയറി വേണ്ട. കൃഷ്ണൻ രാധയെ സ്നേഹിച്ച പോലെ, നളൻ ദമയന്തിയെ സ്നേഹിച്ച പോലെ, ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ അന്നെ സ്നേഹിക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കാദറിനെ സ്നേഹിച്ച പോലെ, ട്യൂഷന് പോയപ്പോ ഞാൻ നാസറിനെ സ്നേഹിച്ച പോലെ, ടൈപ്പിന് പോയപ്പോ സത്താറിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ കര പ്രേമിക്കുന്നു. പഠിച്ചോനെ. കപ്പൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കപ്പയ്ക്കും കഞ്ഞിക്കുമുള്ള കൂപ്പൺ കപ്പിത്താന്റെ കുപ്പായത്തിലുണ്ട്. ഇപ്പൊ തന്നെ വാങ്ങേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ പപ്പ പറയരുത്. ആഹാ, എടി നീ ഇവന്റെ കൂടെ ചുറ്റിയടിച്ചടക്ക മര്യാദക്ക് വാടിവിടാ. ഓടിക്കോ. എടി നിക്കണവിടെ, നിക്കാനാ പറഞ്ഞത്. നമ്മള് നിക്കൂല. എടി അമല, എനിക്ക് അധികം ഓടാനുള്ള സ്റ്റാമിന ഇല്ലാട്ടാ. നീ ഇങ്ങോട്ട് വാ, നമുക്ക് ആ എഞ്ചിൻ റൂമിലേക്ക് ചാടാന്ന്. എഞ്ചിൻ റൂമിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല. നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു പണി. എവിടെ തുപ്പി കളിക്കാം. തുപ്പി കളിക്കണം. അതെങ്ങനെ? ഇങ്ങനെ നമ്മള് മോളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ തുപ്പണം.